السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ വീഴ്ചകളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെയും അവരുടെയും ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ സാമൂഹികമായ ഇടപെടൽ, ബന്ധങ്ങൾ, ബാധ്യതകൾ, കടമകൾ, കടപ്പാടുകൾ ഇതെല്ലാം സൂക്ഷിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യനിക്ക് സമാധാനത്തോടുകൂടെ അല്ലെങ്കിൽ സാമൂഹിക ജീവി എന്ന നിലയിലുള്ള ആ ഒരു ലേബലിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. അവന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, പലരെയും പരിഗണിക്കേണ്ടതുണ്ട്. ഇന്നത്തെ സാഹചര്യങ്ങളെ കുറിച്ച് നാം ചിന്തിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ എന്നതിൽ അപ്പുറം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയുവാനോ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുവാനോ മനുഷ്യൻ തയ്യാറാകാത്ത സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും മനുഷ്യൻ എന്ന നിലയിൽ അവന് സ്വാർത്ഥനാകാൻ കഴിയില്ല. സാമൂഹിക ജീവി എന്ന നിലയിൽ സാമൂഹിക ജീവിയാണ് ഞാൻ എന്ന് അംഗീകരിക്കുന്ന ഒരു മനുഷ്യനിക്ക് പോലും സ്വാർത്ഥനാകാൻ കഴിയില്ല. പിന്നെയല്ലേ ഒരു വിശ്വാസിക്ക്? വിശ്വാസികളെന്ന് നാം പറയുന്ന, വിശ്വാസികളെന്ന് നാം അവകാശപ്പെടുന്നുവെങ്കിൽ ഒരിക്കലും നമുക്ക് സ്വാർത്ഥന്മാരാകാൻ കഴിയില്ല. എന്തുകൊണ്ട്? സാമൂഹിക ജീവിയാണ് ഞാൻ എന്ന് അംഗീകരിക്കുന്ന ഒരു മനുഷ്യന് പോലും കഴിയാത്തത് പിന്നെ എങ്ങനെയാ സഹോദരങ്ങളെ വിശ്വാസിക്ക് കഴിയുക?
ഒരിക്കലും വിശ്വാസിക്ക് സ്വാർത്ഥനാകാൻ കഴിയില്ല. താൻ എന്നതിലും അപ്പുറം വലിയൊരു മനുഷ്യ സമൂഹമുണ്ട് എന്നും അവരും തന്നെ പോലെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സാഹചര്യങ്ങളും ഒരുപാട് താല്പര്യങ്ങളും ഉള്ളവരാണെന്ന് അംഗീകരിക്കുകയാണ് ആദ്യമായി വിശ്വാസി വേണ്ടത്. തനിക്കപ്പുറം വലിയൊരു മനുഷ്യലോകമുണ്ടെന്നും അവരും തന്നെ പോലെ ആഗ്രഹമുള്ളവരാണ്, ആവശ്യങ്ങളുള്ളവരാണ്, താല്പര്യങ്ങളുള്ളവരാണ് എന്ന തിരിച്ചറിവ് നാം ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ആവശ്യങ്ങൾ നാം നിറവേറ്റുന്നതിനോടൊപ്പം തന്നെ അപരനെയും പരിഗണിക്കാൻ നാം തയ്യാറാവുകയുള്ളൂ. അപരനെ പരിഗണിക്കാൻ നാം തയ്യാറാകണമല്ലോ. ബഹുമാനികളെ, അങ്ങനെയുള്ളവർക്കാണ് യഥാർത്ഥ വിശ്വാസിയാകാനും പറ്റുകയുള്ളൂ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാളും പൂർണ്ണ വിശ്വാസിയാകുന്നതല്ല, ഹത്താ യുഹിബ്ബ ലി അഖീഹി, തന്റെ സഹോദരന് വേണ്ടി ഇവൻ ആഗ്രഹിക്കുന്നതുവരെ, മാ യുഹിബ്ബു ലി നഫ്സിഹി, തന്റെ നഫ്സിന് വേണ്ടി എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്റെ സഹോദരനും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നതുവരെ ഒരാളും യഥാർത്ഥ വിശ്വാസിയാകുന്നതല്ലെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, വിശ്വാസമാകണമെങ്കിൽ, വിശ്വാസിയാകണമെങ്കിൽ, വിശ്വാസത്തിൽ പൂർണ്ണത ലഭിക്കണമെങ്കിൽ അപരനെയും പരിഗണിക്കണം. തനിക്ക് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നത് എന്താണോ, നല്ലൊരു ജോലിയാണോ, ഏത് രീതിയിൽ പോയാൽ നല്ലൊരു ജോലിയിലേക്ക് എത്താൻ കഴിയും, ആ ജോലി നാം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മോട് ഉപദേശം തേടി വരുന്ന സഹോദരനോട് നാം എന്താ പറയുന്നത്? ഇപ്പൊ ആ ഭാഗത്തേക്കൊന്നും പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവിടേക്ക് ഇപ്പൊ തകർച്ചകളെ ഉള്ളൂ. ബഹുമാനികളെ, തന്റെ മുമ്പിൽ ഉപദേശം തേടി വരുന്ന സഹോദരനെ തളർത്താനാണ് നാം തയ്യാറാകുന്നതെങ്കിൽ എന്ത് വിശ്വാസമാണ് നമുക്കുള്ളത്? ഉദാഹരണം മാത്രമാണ്. ഏതൊരു മേഖല നാം എടുത്തു പരിശോധിച്ചു നോക്കിയാലും പലപ്പോഴും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുന്നതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നാം അവിടെ തടയിടാനാണ് ശ്രമിക്കുക. മകൾ പഠിച്ചു അല്ലെങ്കിൽ മകള് പഠിച്ചു, 10ാം ക്ലാസ് പാസ്സായി, +2 പാസ്സായി, ഇനി ഡിഗ്രിക്ക് വിടണമെന്നുണ്ട്. ഏത് ഡിഗ്രിക്ക് വിട്ടാലാണ് നല്ലതെന്ന് നമ്മളോട് ചോദിച്ചാൽ എന്താ പറയാ? ആൺകുട്ടികളാണെങ്കിൽ പറയും, ഇനിയിപ്പോ ഈ കാലത്ത് പഠിപ്പിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, വല്ല ഓട്ടോറിക്ഷ എന്താ മേടിച്ചു കൊടുത്ത് ആ ഭാഗത്തേക്ക് തിരിച്ചു വിടുക. പെൺകുട്ടിയാണെങ്കിൽ പറയും, ഇനി കൂടുതലൊന്നും അങ്ങോട്ട് പഠിപ്പിക്കേണ്ടതില്ല, ഏതെങ്കിലും ഒരു അടുക്കളയുടെ മൂലയിൽ ഒതുക്കി കൂട്ടുക. ഇങ്ങനെയാണോ നമ്മുടെ ഉപദേശം എങ്കിൽ ബഹുമാനികളെ, മറ്റുള്ളവർക്ക് നേട്ടമുണ്ടാകുന്നതിന്, മറ്റുള്ളവരുടെ സന്താനങ്ങൾ ഉയർന്നു വരുന്നത് കാണാൻ നമുക്ക് ആഗ്രഹം ഇല്ല എങ്കിൽ, നമ്മുടെ മക്കൾ ഉയർന്നു വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ബഹുമാനികളെ, അതും ആഗ്രഹിക്കണമെന്നതാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന. എന്നാൽ ആ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ. വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈമാനും ഇസ്ലാമുമാണല്ലോ നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ. ഒരു മുഅ്മിൻ, ഒരാൾ യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് തന്റെ സഹോദരനും ഉണ്ടാകാൻ ഇഷ്ടപ്പെടണം, എന്നാലാണ് യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ. മുസ്ലിം ആകണമെങ്കിലോ, അഹിബ്ബ ലിന്നാസ് മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ. അഹിബ്ബ ലിന്നാസ്, മറ്റുള്ളവർക്ക് വേണ്ടിയും നീ ഇഷ്ടപ്പെടണം കേട്ടോ. മാ തുഹിബ്ബു ലിനഫ്സിക, നിന്റെ നഫ്സിന് എന്താണോ നീ ഇഷ്ടപ്പെടുന്നത് അത് മറ്റുള്ളവർക്കും നീ ഇഷ്ടപ്പെടണം. തകുൻ മുസ്ലിമാ, എന്നാലാ നീ യഥാർത്ഥ മുസ്ലിമാവുകയുള്ളൂ. ബഹുമാനികളെ, ഈമാനിന്റെയും ഇസ്ലാമിന്റെയും യഥാർത്ഥ അനുയായിയായിട്ട് നമ്മൾ മാറണമെങ്കിൽ സ്വാർത്ഥത മാറ്റിവെച്ചേ മതിയാകൂ. ഒരു നിലക്കും നമ്മുടെ സഹോദരങ്ങളോട്, കൂടപ്പിറപ്പുകളോട്, സഹപ്രവർത്തകരോട് സഹവർത്തിത്വ മനോഭാവത്തോടുകൂടി പെരുമാറുന്ന ഏതൊരു മനുഷ്യനോടും, ഒരു മനുഷ്യനോട് പോലും നാം സ്വാർത്ഥത വെച്ച് പുലർത്താൻ പാടില്ല. ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ആവശ്യങ്ങളാണ് നമുക്ക് ഏറ്റവും വലുത്. മറ്റുള്ളവർക്ക് എത്ര വലിയ അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ പരിഗണിക്കാതെ പോകുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഖേദകരമായ അവസ്ഥയാണ് ഈ തലമുറയിലുള്ളത്. ഈ തലമുറയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ അത്യാവശ്യങ്ങൾ പോലും മുടക്കിക്കളയുന്ന പല കാര്യങ്ങളുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.
പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയില്ല. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. തനിക്ക് കിട്ടുന്ന നേട്ടം എന്താണ് എന്ന് മാത്രം ചിന്തിക്കുന്നു. തനിക്ക് എന്ത് നേട്ടം, ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ എതിരെ വരുന്ന സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കണമെങ്കിൽ പോലും അവനിൽ നിന്നും എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിച്ചതിനും ശേഷം മാത്രം പുഞ്ചിരിക്കാൻ തയ്യാറാകുന്ന സമൂഹമല്ലേ വളർന്നു വരുന്നത്? ചിന്തിച്ചു നോക്കൂ ബഹുമാനികളെ, പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടോ? ഉണ്ട് എങ്കിൽ ഇങ്ങനെയാകുമോ? ഈ ലോകത്തെ ലാഭനഷ്ടങ്ങളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. പരലോകത്തേക്ക് ഞാൻ ചെന്ന് കഴിയുമ്പോ എനിക്കുണ്ടാകേണ്ട നേട്ടം എന്ത് എന്നതിനെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിച്ചതായ ഒരു സമൂഹം കഴിഞ്ഞു പോയിരുന്നു. ആ സമൂഹത്തിൽപ്പെട്ട ഒരു സ്വഹാബിയല്ലേ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചത്, യാ റസൂലല്ലാഹ് അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, നബിയെ ജനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരോടാണ് നബിയെ? പരലോകത്ത് ഞാൻ ചെന്ന് കഴിയുമ്പോ എനിക്കവിടെ വിജയിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ വന്നുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചതാണ്, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹി യാ റസൂലല്ലാഹ്, നബിയെ ജനങ്ങളിൽ അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യനാരാണ്? എന്നിട്ട് ആ സ്വഹാബി ചോദിച്ചത്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണ്? രണ്ട് ചോദ്യങ്ങളാ ചോദിച്ചത്. അള്ളാഹ്ക്ക് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യൻ ആരാണ്? അല്ലാഹു തആലയ്ക്ക് ഇഷ്ടമുള്ള പ്രവർത്തനം ഏതാണ്? ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, മനുഷ്യരിൽ അല്ലാഹു തആലയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണെന്നറിയോ? മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യാൻ മനസ്സുള്ള മനുഷ്യനോടാണ്. മനുഷ്യരോട് ഏറ്റവും ഉപകാരം ചെയ്യാൻ ആർക്കാണോ മനസ്സ്, അങ്ങനെയുള്ള ആളോട് അല്ലാഹു തആലയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് എന്ന്. ബഹുമാനികളെ, നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം എന്തൊക്കെയാ സങ്കല്പിക്കുക? ആരാധനാ കർമ്മങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മുടെ മനസ്സിൽ വരും. ഇന്ന ഇന്ന കർമ്മങ്ങൾ ചെയ്ത ആളോടായിരിക്കും അല്ലാഹു തആലയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. നാം അങ്ങനെ അനുമാനിച്ചെങ്കിൽ തെറ്റുപറ്റി. നബിതങ്ങൾ പറഞ്ഞ മറുപടി, അഹബ്ബുന്നാസി ഇലല്ലാഹി, അല്ലാഹു തആലയിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യൻ അൻഫഉഹും ലിന്നാസ്, മനുഷ്യർക്ക് ഏറ്റവും ഉപകാരമുള്ളവരാണ്. ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഭാഗത്ത് നിന്ന് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ എന്ത് വിശ്വാസിയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ബഹുമാനികളെ, ഇത് സാധാരണ ഒരു മനുഷ്യനോടുള്ള സമീപനത്തെ കുറിച്ചാണ് പറയുന്നത്. സ്വന്തം സഹോദരങ്ങളോടുള്ള നമ്മുടെ ഇടപെടലുകൾ എങ്ങനെയാണ്? മാതാപിതാക്കളോടുള്ള ഇടപെടലുകൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ്? പലപ്പോഴും നമ്മൾ അവരെ ഉപദ്രവിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വിഷമമുണ്ടാക്കുന്ന, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സംസാരങ്ങളും സമീപനങ്ങളുമാണ് എടുക്കുന്നത് എങ്കിൽ ബഹുമാനികളെ, വിശ്വാസത്തിൽ നാം എത്രമാത്രം താഴെയാണ് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനികളെ, മനുഷ്യൻ ഭൂമിയിൽ പിച്ചവെച്ച കാലം മുതലേ സ്വാർത്ഥത മനുഷ്യനെ ഗ്രസിച്ചിരുന്നു എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. മനുഷ്യൻ ഭൂമിയിൽ പിച്ചവെച്ച കാലം മുതലേ സ്വാർത്ഥത മനുഷ്യനെ കീഴ്പ്പെടുത്തിയിരുന്നു. പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താൻ, അവനെ സ്വാധീനിക്കാൻ, എളുപ്പത്തിൽ സ്വാധീനിക്കാനുള്ള ഒരു മാർഗമാണ് സ്വാർത്ഥത എന്നത്. അവന്റെ ആഗ്രഹത്തിനും താല്പര്യത്തിനും ശക്തി കൂട്ടിക്കൊടുക്കുക എന്നത് ഇബ്ലീസ് എടുക്കുന്ന വലിയൊരു മാർഗമാണ്. മനുഷ്യോൽപത്തിയോളം അതിന് പഴക്കവുമുണ്ട്. അതുകൊണ്ടല്ലേ ആദം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഹാബീൽ എന്ന് പറയുന്ന മനുഷ്യൻ ഹാബീൽ എന്ന് പറയുന്ന മനുഷ്യന്റെ ഘാതകനായിട്ട് മാറിയത്, കൊലയാളിയായിട്ട് മാറിയത്? ഹാബീലിന്റെ കൊലയാളിയായിട്ട് ഹാബീൽ മാറാനുള്ള കാരണം എന്താ? ഒറ്റ ഉത്തരമാണ്, സ്വാർത്ഥത. ഹാബീലിനോടൊപ്പം ജനിച്ച അഖലീമ എന്ന് പറയുന്ന പെണ്ണ്, ഹാബീലിനോടൊപ്പം ജനിച്ചത് ലയൂദയാണ് യഥാർത്ഥത്തിൽ ഹാബീലിന് ഭാര്യയായിട്ട് വരേണ്ടത്. ഹാബീലിനോടൊപ്പം ജനിച്ചത് അഖലീമയാണ്. അഖലീമ ഹാബീലിന്റെ ഭാര്യയായിട്ട് വരേണ്ടതാണ്. പക്ഷേ അഖലീമ കുറച്ച് ഭംഗി കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാബീലിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഹാബീൽ വാദിച്ചു, എന്റെ കൂടെ പ്രസവിക്കപ്പെട്ട ഈ സഹോദരിയെ തന്നെ എനിക്ക് വിവാഹം കഴിക്കണം എന്നു ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ആഗ്രഹം
താല്പര്യം, സ്വാർത്ഥത എവിടെ എത്തിച്ചു? തന്റെ സഹോദരന്റെ കൊലപാതകത്തിലേക്ക് എത്തിച്ചു. ബഹുമാനികളെ, ഇത് മനുഷ്യോൽപത്തിയോളം പഴക്കമുള്ളതാണ് സ്വാർത്ഥത എന്നുള്ളത്. ചിന്തിച്ചു നോക്കൂ. നമുക്കിടയിൽ നമ്മുടെ സഹോദരങ്ങളോട് വെറുപ്പ് വെച്ചു പുലർത്തുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഹാബീലിനെയും ഹാബീലിനെയും മുൻനിർത്തി നാം ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ ആ സഹോദരനെ കൊലപ്പെടുത്തുന്നതിലേക്ക് അവനെ നയിച്ച കാര്യം എന്താണ്? സ്വാർത്ഥത വന്നു കഴിഞ്ഞാൽ പിന്നെ ബന്ധങ്ങൾക്ക് എന്ത് സ്ഥാനം? ബന്ധങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടാവുകയില്ല എന്നത് ഹാബീലിന്റെയും ഹാബീലിന്റെയും ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. സഹോദരങ്ങളോട് ഒരു കാരണവശാലും നാം വിദ്വേഷം വെച്ച് പുലർത്താൻ പാടില്ല. അവരെന്ത് തെറ്റ് ചെയ്താലും അത് നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുക്കാനും അത് ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ്. നാം നമ്മുടെ ഭാഗം ക്ലിയർ ആക്കാൻ ശ്രമിക്കുക എന്നതാണ്. നമ്മളിൽ സ്വാർത്ഥത ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, സ്വാർത്ഥതയില്ലാത്ത ഒരു സമൂഹത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ചതല്ലേ ഖുർആൻ ശരീഫിൽ? യുഅ്സിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വാർത്ഥതയില്ലാത്ത ഒരു സമൂഹത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സപ്തവാനങ്ങൾക്ക് മുകളിൽ നിന്നുകൊണ്ട് പ്രശംസിച്ചു. അത് വിശുദ്ധ ഖുർആൻ ശരീഫിന്റെ വചനങ്ങളായി ഭൂമിയിലേക്ക് ഇറക്കപ്പെടുകയും ചെയ്തു. അവർക്ക് ആവശ്യമുണ്ടായിട്ട് പോലും അവരിന് വേണ്ടി ആഗ്രഹങ്ങളെ മാറ്റിവെക്കാൻ തയ്യാറായി എന്നുള്ളതാണ് അല്ലാഹു തആല പറഞ്ഞ വചനത്തിന്റെ അർത്ഥം. എന്താണ് ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്നറിയോ? മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുമായിട്ടിരിക്കുന്ന സമയത്ത് ഒരു അഅറാബിയായ മനുഷ്യൻ കടന്നു വന്നു. എന്നിട്ട് പറയുകയാണ്, നബിയെ, ഇന്നി മജ്ഹൂദുൻ യാ റസൂലല്ലാഹ്. നബിയെ, ഞാൻ ഒരുപാട് പ്രയാസമുള്ള മനുഷ്യനാണ്. ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി, എനിക്ക് വലിയ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഅർസല ഇലാ ബഅദി നിസാഇഹി, ഭാര്യമാരുടെ അടുക്കലേക്ക് ഓരോരുത്തരായിട്ട് അയച്ചു. എന്തെങ്കിലും വീട്ടിലുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊണ്ടുവാ, ഈ സഹോദരനിക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാനാണെന്ന് പറഞ്ഞു. എന്നാൽ ഭാര്യമാരുടെ അടുക്കൽ നിന്നും കിട്ടിയ മറുപടി എന്താ? വല്ലദീ ബഅസക ബിൽ ഹഖ് ഇല്ലാ ഇൻദി ഇല്ലൽ മാ മാ ഇൻദി ഇല്ലൽ മാ. ഓരോ ഭാര്യമാരും മറുപടി പറഞ്ഞത് വല്ലദീ ബഅസക ബിൽ ഹഖ്, നബിയെ, അങ്ങയെ ഏതൊരു രക്ഷിതാവാണോ സത്യസമേതം പ്രവാചകനായിട്ട് അയച്ചത്, ആ രക്ഷിതാവിനെ തന്നെ സത്യം. മാ ഇൻദി ഇല്ലാ മാ, എന്റെ അടുക്കൽ വെള്ളമല്ലാതെ ഒരു ഭക്ഷണവും ഇല്ല എന്ന് ഓരോ ഭാര്യമാരും സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് ചെയ്തത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മയ്യുളീഫു ഹാദാ, സ്വഹാബത്തെ, ഈ മനുഷ്യനിക്ക് ഇന്ന് ആതിഥ്യം നൽകാൻ ആർക്ക് കഴിയും? ഈ മനുഷ്യനിക്ക് ഇന്ന് ആതിഥ്യം നൽകാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരു അൻസാരിയിൽപ്പെട്ട ഒരു സഹാബി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, നബിയെ, ഇന്ന് ഈ മനുഷ്യനിക്ക് ആതിഥ്യം ഞാൻ കൊടുക്കാമെന്ന്. ആ മനുഷ്യൻ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ സഹോദരനെയും വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഭാര്യയോട് ചോദിക്കുന്നു, ഹൽ മിൻ ഷൈഇൻ. നബി തങ്ങൾ പറഞ്ഞപ്പോ ആവേശത്തോടുകൂടെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. ഹൽ മിൻ ഷൈഇൻ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ കൊടുക്കാൻ? ഭക്ഷണം കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പോ ആ പെണ്ണ് പറഞ്ഞു, ഇല്ലാ ഖൂത്തസ്ബിയാനി, ഇവിടെയുള്ളത് നമ്മുടെ മക്കൾക്കുള്ള ഒരല്പ ഭക്ഷണം മാത്രമേ ഉള്ളൂ. നമുക്ക് പോലും ഇന്ന് കഴിക്കാൻ ഭക്ഷണമില്ല, മക്കൾക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ എന്ന് ആ സഹധർമ്മിണി മറുപടി പറഞ്ഞപ്പോ ഈ സഹോദരൻ പറയുകയാണ്, അൻസാരി സഹാബി പറയുകയാണ്, ഫനവ്വിമീഹിം ഫനവ്വിമീഹിം, മക്കളെ കൂട്ടിയിരുത്തി നീ കുറെ നേരം സംസാരിക്കണം, ഭക്ഷണത്തിന്റെ കാര്യം അവരിൽ നിന്നും മറപ്പിച്ചു കളയണം, എന്നിട്ട് സൂത്രത്തിൽ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് ഉറക്കണം. ഫനവ്വിമീഹിം, അവരെ നീ ഉറക്കണം, എന്നിട്ട് നീ ഭക്ഷണം വിളമ്പണം. ഭക്ഷണം വിളമ്പിയതിനു ശേഷം കത്തിച്ചു വെച്ചേക്കുന്ന വിളക്ക് നീ അണക്കണം. ഭക്ഷണം കഴിക്കുന്നത് പോലെ ഞാൻ അഭിനയിച്ചു കൊള്ളാം, അദ്ദേഹം ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് നൽകിയതായ അതിഥിയാണല്ലോ, നാം അവരെ പരിഗണിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ തന്നെ സഹധർമ്മിണിയും സഹകരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഭക്ഷണം കഴിച്ചു, കിടന്നുറങ്ങി. രാവിലെ ആയപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് ഈ സ്വഹാബിയെയും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അൻസാരി സഹാബി അഅറാബിയായ മനുഷ്യനെയും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വഹാബി കടന്നു വരുന്ന സമയത്ത് തന്നെ പറയുകയാണ്, ലഖദ് അജിബ ഫിആലകുമാ അഹ്ലുസ് സമാ. ഒന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അൻസാരി സഹാബിയോട് പറയുകയാണ്, ലഖദ് അജിബ ഫിആലകുമാ അഹ്ലുസ് സമാ. വാനലോകത്തുള്ളവർ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇന്നലത്തെ പ്രവർത്തനത്തിൽ അത്ഭുതപ്പെട്ടിരിക്കുന്നു. ആരുടെ രണ്ടുപേരുടെയും? ഭർത്താവിന്റെയും ഭാര്യയുടെയും പ്രവർത്തനത്തിൽ അള്ളാഹുവും മലക്കുകളും അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോഴാണ് ഈ അതിഥിയായ ആള് പോലും അറിയുന്നുള്ളൂ എന്താണ് സംഭവിച്ചത് എന്ന്. ആ സമയത്താണ് അല്ലാഹു തആല ആയത്തിറക്കിയത്, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് ആവശ്യമുണ്ടായിരുന്നിട്ട് പോലും അവരിന് വേണ്ടി തന്റെ ആവശ്യത്തെ മാറ്റിവെച്ചവരാണവർ എന്ന് പറഞ്ഞുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് അൻസാരി സഹാബത്തിനെ പുകഴ്ത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നത്. ബഹുമാനികളെ, നമുക്ക് ആവശ്യമുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നതല്ല, നമുക്ക് ബാക്കിയുള്ളതെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമ്മുടെ മനസ്സനുവദിക്കുന്നുണ്ടോ? ചിന്തിച്ചു നോക്കൂ ബഹുമാനികളെ. നാം എപ്പോഴും സുരക്ഷിതരായിരിക്കണം എന്ന ചിന്തയിൽ മാത്രമാണ് നാം ജീവിക്കുന്നത് എങ്കിൽ എത്രമാത്രം പ്രയാസകരമാണ് എന്നാണ് നാം ആലോചിക്കേണ്ടത്. ഒരു ചിന്തകന്റെ വാക്കുണ്ട്, എന്താണെന്നറിയോ? മതിലുകൾ പണിയാനാണ് എല്ലാവരുടെയും ആഗ്രഹം, പാലങ്ങൾ പണിയാൻ ആർക്കും വലിയ താല്പര്യമില്ല. ഏത് മതില്, ഏത് പാലം? മനുഷ്യർക്കിടയിൽ മതിലുകൾ പണിയാനാണ് എല്ലാവർക്കും താല്പര്യം. പാലങ്ങൾ മനസ്സുകൾ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു പാലം നിർമ്മിക്കാൻ മനുഷ്യന്മാരാരും തയ്യാറാകുന്നില്ല എന്ന ചിന്ത ഒരു ചിന്തകന്റെ സംസാരമാണ്. ബഹുമാനികളെ, ആ മനസ്സുകൾക്കിടയിൽ നാം വെക്കുന്നതായ പാലം മലമ്പാതകളെ പോലും നമുക്ക് മറികടക്കാൻ കഴിയുന്ന പാലമായിരിക്കുമെന്നുള്ളതാണ്. മലകൾക്കിടയിലുള്ള ചെറിയ ചെറിയ പ്രയാസകരമായ പാതകൾ അതിനെയും മറികടക്കാൻ കഴിയുന്നതാണ്. മലമ്പാതകളെ പോലും മറികടക്കാൻ കഴിയുന്നതാണ് മനുഷ്യ മനസ്സുകൾക്കിടയിൽ നാം ഇടുന്നതായ പാലം. അത് തന്നെയാണ് അല്ലാഹു തആല പറഞ്ഞത്, ഫലഖ്തഹമൽ അഖബ. അവർ ആ മലമ്പാതകളെ വിട്ടുകടക്കുന്നില്ല. വമാ അദ്റാക മൽ അഖബ. മലമ്പാതകൾ എന്താണെന്ന് അങ്ങേക്കറിയുമോ? അത് വിട്ടുകടക്കാനുള്ള മാർഗം എന്താണെന്നറിയോ? ഫക്കു റഖബ. അടിമത്തം മോചിക്കലാണ്, അടിമത്തത്തെ മോചിപ്പിക്കലാണ്. ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്ഗബ. പ്രയാസം അനുഭവിക്കുന്ന ദരിദ്രരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലാണ്. ഔ യതീമൻ ദാ മഖറബ. അടുത്ത ബന്ധങ്ങളിലും അറിവിലുമുള്ള അനാഥരെ പരിഗണിക്കലാണ്. കണ്ടോ? മനുഷ്യ മനസ്സുകൾക്കിടയിൽ അടുപ്പമുണ്ടാകുമ്പോ ബഹുമാനികളെ, മലമ്പാതകളെ, ഇടുക്കമുള്ള പാതകളെ പോലും വിട്ടുകടക്കാൻ കഴിയുന്നതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോ ബഹുമാനികളെ, മനുഷ്യ മനസ്സുകൾക്കിടയിൽ മതിൽക്കെട്ടുകൾക്കല്ല നാം തയ്യാറാകേണ്ടത്. നാം ചെയ്യേണ്ടത് പാലങ്ങൾ ഉണ്ടാക്കാനും അടുക്കാനും അടുപ്പിക്കാനുമാണ് നാം തയ്യാറാകേണ്ടത്. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, ആവശ്യങ്ങളുള്ളവരുടെ ആവശ്യങ്ങൾ കാണാൻ നമുക്ക് കണ്ണുണ്ടാകണം. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വാക്കുണ്ട്, ഒരു പ്രസിദ്ധമായ കവിതയുണ്ട്, പ്രേമസംഗീതം എന്നാണ് അതിന്റെ പേര്. നാം കേട്ടിട്ടുണ്ട്, അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികൾ, കണ്ണുകളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യമെന്ന് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പണ്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം നമുക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പേ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ഖിയാമത്ത് നാളിൽ ഓരോരുത്തരായിട്ട് അല്ലാഹു തആലയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയും, അല്ല, അല്ലാഹു തആല മനുഷ്യരായ നമ്മളോട് ചോദിക്കും, ഞാൻ വിശന്നപ്പോ നീ എന്തുകൊണ്ട് എനിക്ക് ഭക്ഷണം നൽകിയില്ല? ഞാൻ ദാഹിച്ചപ്പോ എനിക്ക് എന്തുകൊണ്ട് നീ ദാഹജലം നൽകിയില്ല? എനിക്ക് വസ്ത്രമില്ലാതിരുന്നപ്പോ എന്തുകൊണ്ട് നീ എനിക്ക് വസ്ത്രം നൽകിയില്ല? ഇത് ബഹുമാനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമാണ്. ആ സമയത്ത് നമ്മൾ ചോദിക്കും, നീ റബ്ബുൽ ആലമീൻ അല്ലേ? നിനക്ക് വിശക്കുകയോ, നിനക്ക് ദാഹിക്കുകയോ, നീ വസ്ത്രമില്ലാതെ പ്രയാസപ്പെടുകയോ? അല്ലാഹു തആല പറയും, നിന്റെ അറിവിൽ നിനക്ക് ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ, അയൽവാസികൾ, വേണ്ടപ്പെട്ടവർ, നിന്റെ നാട്ടുകാർ പലരും വിശന്നപ്പോ,
ദാഹിച്ചപ്പോ, വസ്ത്രമില്ലാതെ പ്രയാസപ്പെട്ടപ്പോ നീ അവരെ പരിഗണിച്ചിരുന്നെങ്കിൽ എന്റെ റഹ്മത്തിന്റെ സാന്നിധ്യം നിനക്ക് അവിടെ കിട്ടുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഉള്ളൂർ പറഞ്ഞതിന്റെ എത്രയോ വിശാലമായ അർത്ഥമാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ബഹുമാനികളെ, മറ്റുള്ളവരെ കൂടി പരിഗണിക്കാനുള്ളതായ മനസ്സ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാർത്ഥത എന്നത് ഒരു മനുഷ്യനിക്കും യോജിച്ചതല്ല, പ്രത്യേകിച്ച് മുഅ്മിനിന് യോജിച്ചതല്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ മദീന പള്ളിയിൽ ഇങ്ങനെ ഇഅ്തികാഫിരിക്കുകയാണ്. ഇഅ്തികാഫിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ മദീന പള്ളിയിലേക്ക് കടന്നു വന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയോട് സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ എന്തോ ഒരു പന്തികേട് കണ്ടു. എന്താ, നിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന എന്തോ കാര്യമുണ്ടല്ലോ, അത് നിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ടല്ലോ, എന്തു പറ്റി നിനക്ക്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ മദീന പള്ളിയിൽ ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെച്ച് ഇഅ്തികാഫിരിക്കുകയാണ്. ആ സമയത്ത് ഈ മനുഷ്യൻ വന്നുകൊണ്ട് സലാം പറഞ്ഞപ്പോ ഈ മനുഷ്യന്റെ മുഖത്ത് നിന്ന് എന്തോ ഒരു പ്രയാസമുണ്ട് എന്ന് മനസ്സിലാക്കി, മനസ്സിന് പ്രയാസമുണ്ട് എന്ന് മനസ്സിലാക്കി ചോദിക്കുകയാണ്, എന്താ അതിന്റെ ബുദ്ധിമുട്ട്? അപ്പോ ഈ മനുഷ്യൻ പറയുന്നു, ലി ഫുലാനിൻ അലയ്യ ഹഖ്ഖുൻ, ലി ഫുലാനിൻ അലയ്യ ഹഖ്ഖുൻ, ഒരാൾക്ക് ഞാൻ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അവധിയെത്തി, എന്റെ അടുക്കൽ പൈസ ശരിയായിട്ടില്ല, ഒരല്പവും കൂടി എനിക്ക് സമയ സാവകാശമുണ്ട്, ആ മനുഷ്യനെ കാണുമ്പോൾ ഞാൻ ഇനി എന്തു പറയും എന്ന ഒരു വേവലാതിയാണ് എന്റെ മനസ്സിലുള്ളത് എന്ന് ഈ മനുഷ്യൻ പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ചോദിക്കുകയാണ്, അഫ ഉകല്ലിമുഹു ലക, നിനക്ക് വേണ്ടി ഞാൻ അവനോട് സംസാരിക്കണോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനാണല്ലോ, പിതൃ സഹോദരന്റെ മകനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിച്ചാൽ അദ്ദേഹം സ്വീകരിക്കും, അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കണമെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി സംസാരിച്ചാൽ അതെനിക്ക് വലിയൊരു ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ആ മനുഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ മനുഷ്യൻ ചോദിക്കുന്നു, അനുസീത മാ കുന്ത ഫീഹി, നിങ്ങൾ മസ്ജിദുൻ നബവിയിൽ മദീന പള്ളിയിൽ ഇഅ്തികാഫിരിക്കുകയല്ലായിരുന്നോ? അത് മറന്നുപോയോ? അത് മറന്നുപോയോ? എന്റെ ആവശ്യം കേട്ടപ്പോൾ നിങ്ങൾ മറന്നിട്ടാണോ നിങ്ങൾ ഇറങ്ങിയത് എന്ന് ചോദിച്ചപ്പോ ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, ഞാൻ മറന്നതല്ല, ഇഅ്തികാഫിരിക്കുകയായിരുന്നു എന്ന ചിന്ത എനിക്കുണ്ട്. പക്ഷേ മദീന പള്ളിയുടെ ഓരത്ത് റൗള ഷരീഫിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുകയാണ്, സമിഅ്തു സാഹിബ ഹാദൽ ഖബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ട് അധിക നാളായിട്ടില്ല. ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നബി തങ്ങൾ വഫാത്തായിട്ട് ഏറെ നാളായിട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, സമിഅ്തു സാഹിബ ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന ആള് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശബ്ദം ഇടറിയെന്നും കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു എന്നും ചരിത്രം പഠിപ്പിക്കുകയാണ്. എന്താണ് ഈ ഖബറിൽ കിടക്കുന്ന സാഹിബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? മൻ മശാ ഹാജത അഖീഹി, ആരെങ്കിലും ഒരു സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി നടന്നു കഴിഞ്ഞാൽ കാന ഖൈറൻ മിൻ ഇഅ്തികാഫി 10 സന, 10 വർഷം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും കൂലിയാണ് ഒരു സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി നടക്കലെന്ന് ഈ ഖബറിൽ കിടക്കുന്ന ആള് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ടെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. കണ്ടോ, ആ നേതാവ് പഠിപ്പിച്ചു വെച്ച മൂല്യങ്ങൾ എത്രമാത്രമാണ്, ചിന്തിച്ചു നോക്കൂ ബഹുമാനികളെ. സാമൂഹികമായ മൂല്യങ്ങൾ എത്രമാത്രമാണ്. അതോർത്തുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയുടെ കണ്ണ് നനഞ്ഞത്. സാമൂഹികമായിട്ടുള്ളതായ ബാധ്യതകൾ, ബന്ധങ്ങൾ എത്രമാത്രം കാത്തു സൂക്ഷിക്കണമെന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇഅ്തികാഫിരിക്കുന്നതിനെ മറന്നതല്ല, പിന്നെയോ നിന്റെ ആവശ്യത്തിന് വേണ്ടി നിന്നോട് കൂടെ ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും എത്രയോ കൂലിയാണെന്നാണ് ഈ നേതാവ് എന്നെ പഠിപ്പിച്ചെന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ ഇറങ്ങിയതെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പഠിപ്പിച്ചു എന്നുള്ളതാണ്.
ബഹുമാനികളെ, സ്വാർത്ഥത ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല. മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ നാം വകവെക്കണം. മറ്റുള്ളവർക്കും ആവശ്യങ്ങളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അത് ഉൾക്കൊള്ളാൻ നാം തയ്യാറാകണം. പ്രത്യേകിച്ച് നമ്മൾ ഉമ്മമാരെ നാം പ്രയാസപ്പെടുത്തരുത്. സ്വാർത്ഥതയുടെ പേരിൽ നമ്മുടെ സഹോദരങ്ങളോട് നാം പിണങ്ങി നിൽക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പ്രസിഡന്റ് അവർക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ദുആയിലേക്ക് കടക്കാം. അതിനുവേണ്ടി പ്രസിഡന്റ് അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.